വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് എന്നാൽ ടേസ്റ്റിൽ ഒട്ടും കോംപ്രമൈസ് ഇല്ലാതെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കുക്കർ ബിരിയാണിയാണ് നമ്മളിന്ന് റെഡിയാക്കുന്നത്. ഒരു ലേസി സൺഡേയിലൊക്കെ ഒരു ലഞ്ചിനുള്ളൊരു ബെറ്റർ ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ? നമ്മൾ കുക്കർ അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും മിക്സ് ചെയ്തൊന്ന് ചേർത്ത് അതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്തൊന്ന് ചൂടാക്കിയെടുക്കാം. ആ സ്പൈസസ് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് സവാള ചേർക്കാം. ഇത് ഞാനിവിടെ 2 കപ്പ് സവാള എടുത്തിട്ടുണ്ട്. നല്ല നേർത്തതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള സവാളയാണ് എടുത്തേക്കുന്നത്. നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടുന്നതായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ വീണ്ടും നമ്മളൊന്ന് ഇളക്കി ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ സവാള ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ ആ ഒരു റോ ഫ്ലേവർ മാറുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് തക്കാളി ചോപ്പ് ചെയ്തത്, ഒരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ചിക്കൻ ചേർക്കാം. അപ്പോൾ നമ്മളിവിടെ ചിക്കൻ ഒരു 8 പീസാണ് എടുത്തേക്കുന്നത്. 4 പേർക്ക് സെർവ് ചെയ്യാമെന്നുള്ള പാകത്തിലാണ് എടുത്തേക്കുന്നത്. ചിക്കൻ നമ്മൾ ഓൾറെഡി ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടിയൊക്കെ ഒന്ന് ചേർത്ത് 1 മണിക്കൂറെങ്കിലും ഒന്ന് വെക്കണം. അപ്പോൾ അങ്ങനെ വെച്ചിരിക്കുന്ന ചിക്കനാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസൊക്കെ നമ്മൾ മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാടിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. ഒന്ന് മിക്സ് ചെയ്ത് ആ മസാലയൊക്കെ ഒന്ന് പെരണ്ട് കിട്ടുന്ന രീതിയിലേക്കൊന്ന് ഇളക്കിയാൽ മാത്രം മതി. അങ്ങനെ നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചൂടാക്കിയത് ഒഴിക്കുക. 1 കപ്പ് അരിക്ക് 1 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് ചൂടാവാനായിട്ട് വെക്കാം. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഉപ്പ് പാകമല്ല എങ്കിൽ കുറച്ചുകൂടി ചേർക്കാവുന്നതാണ്. ഓൾറെഡി നമ്മൾ ചിക്കനിലും അതുപോലെ സവാള വഴറ്റിയപ്പോഴൊക്കെ ഉപ്പ് ചേർത്തതാണ്. എങ്കിലും ആ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഉപ്പ് പുറകോട്ടാണ് എങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കാരണം അരി ഇടുന്നതിന് മുൻപായിട്ട് ഉപ്പ് നോക്കുമ്പോൾ കുറച്ചൊന്ന് പൊടിക്ക് മുന്നോട്ടേക്ക് ഉപ്പ് നിൽക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് പാകത്തിന് ഉപ്പിൽ കിട്ടും. അപ്പോൾ ഉപ്പ് ചേർത്തതിന് ശേഷം ഞാനിവിടെ ഒരു 1/4 കപ്പ് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് പുതിനയില കൂടി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ഒഴിക്കുക. അതിൻ്റെ ഒരു കുരു അതിലേക്ക് വീഴാതെ ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. നമ്മൾ കുതിർത്തിട്ടൊന്നുമില്ല, നല്ല വൃത്തിക്കൊന്ന് കഴുകി എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ 2 കപ്പ് അരി കഴുകി എടുത്തത് നമുക്ക് നമ്മുടെ ഈ മിക്സറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അത് നമുക്കൊന്ന് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഇളക്കേണ്ട ആവശ്യമില്ല. ആ ഒരു വെള്ളം മേലെ നിൽക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഇത് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് 1 വിസിൽ ആകുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 1 വിസിൽ മേലെ പോകരുത്. കറക്റ്റ് 1 വിസിൽ അടിക്കുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ആ സ്റ്റീം കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് പാകത്തിന് വേവിൽ നമുക്ക് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ 1 വിസിൽ അടിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സാലഡിൻ്റെയും പിക്കിളിൻ്റെയും പപ്പടത്തിൻ്റെയും കൂടെ സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്. അതേസമയം പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.